കുറെ മനുഷ്യര് നമ്മളെ കണ്ടുവച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്, അവരങ്ങനെ തന്നെ കണ്ടോട്ടെ. അതിലപ്പുറത്തേക്ക് ആളുകളുടെ ധാരണകളിൽ നിന്ന് തിരുത്താനൊന്നും ഞാൻ ആളൊന്നുമല്ല. പിന്നെ എന്നെ അറിയുന്ന ആളുകൾക്ക് എന്നെ അറിയാം. പിന്നെ എവിടെ നിന്നാ നമുക്ക് അധ്വാനിക്കാൻ? എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസമൊന്നുമില്ല. എന്നെ കല്യാണം കഴിപ്പിച്ചു, എനിക്ക് പിന്നെ പഠിക്കാൻ പറ്റിയിട്ടില്ല, വിദ്യാഭ്യാസത്തിനുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അങ്ങ് ജീവിച്ച ആളുകളുടെ അടുത്ത് നിന്നൊക്കെ തിന്നും ഇതൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ബന്ധങ്ങളൊക്കെ പോലും ഉണ്ടാക്കിയിട്ട് ഞാൻ ജീവിച്ച് മുന്നോട്ട് പോയതെന്ന് വേണം പറയാൻ. നാക്കിന് മൂർച്ച ഒരു പക്ഷേ സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ട് വന്നായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു സർവൈവലിന്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷെ ഇടയ്ക്ക് ആൾക്കാരെ കൈവച്ച് കളയാം എന്ന് തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഈ കൈവെക്കുക എന്ന് പറയുന്നത് ഒരു സാധനം ഈ ബോഡിയിൽ നിന്ന് ഇമോഷണലി ഉണ്ടായി പോകുന്ന അവസ്ഥകളാ. ഒരാളെ എനിക്ക് ഒരിക്കലും ഒരു മനുഷ്യനെ തല്ലണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തല്ലില്ല. ഇവിടെ ഈ കേരളത്തിലെ സൈബർ ലോകളെ മാതിരിയൊക്കെ സമീപിക്കാൻ പറ്റിയിട്ടുണ്ട്. അത്ര മാത്രം സമീപിച്ചൊരു സ്ത്രീയാണ് ഞാൻ. ഇഷ്ടം പോലെ ഇടങ്ങളിൽ എനിക്ക് വന്നിട്ടുള്ള, എനിക്ക് എഗെയിൻസ്റ്റ്, എൻ്റെ കുഞ്ഞിന് എഗെയിൻസ്റ്റ്, എനിക്ക് എഗെയിൻസ്റ്റ് ഒക്കെ വന്നിട്ടുള്ള പലതരത്തിലുള്ള അബ്യൂസിങ് വേർഡ്സുകളും അബ്യൂസിങ് തെറികൾ എല്ലാ രീതിയിലും ഞാൻ കൊണ്ടുവന്ന് കേസ് ഫയൽ ചെയ്യുന്നു. ചുമ്മാ കേൾക്കുന്നു, അവർ നോക്കുന്നു, കളയുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് ലോ ഒന്നുമില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ സഹിക്കാൻ പറ്റാതെ മനുഷ്യന്റെ അവസ്ഥയെന്ന് പറയും അതിന്. അതിലേക്ക് റിയാക്ഷൻ വന്നു പോയത് മാത്രമാണ്. അതൊരിക്കലും അതൊരു പ്രോത്സാഹനം. ആ യൂട്യൂബർക്ക് കുറച്ചുകൂടെ കൈക്കരുത്തുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് തയ്യാറാവുമായിരുന്നു. ചിലപ്പോൾ അടിയിട്ട് നമ്മൾ വീണ് നടന്നേനെ. അത് കരുത്തിൻ്റെതാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അങ്ങനെ ചോദിച്ചാൽ കരുത്തുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അടിയെ കിട്ടിയാലൊക്കെ വീണു പോകും നമ്മള്. അയാൾക്ക് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്തത് വലിയ തെറ്റാണെന്നുള്ള അയാളുടെ തോട്ടാണ്. അതുകൊണ്ടാണ് അയാളുടെ അടുത്ത് നമുക്ക് പ്രതികരിക്കാൻ പറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നടുത്ത് ഞാൻ നിൽക്കുന്ന ഏത് ഫയറിനെയും നിങ്ങൾക്ക് ചെറുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ പറയാൻ സാധിക്കുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ചെറുക്കാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്, എന്നെ പറയാൻ സാധിക്കുന്ന ഒരു മനുഷ്യൻ, നിങ്ങൾക്ക് വ്യക്തതയുണ്ട്. നിങ്ങൾ പറഞ്ഞത് അത് അപവാദമാണെങ്കിലും നിങ്ങൾക്ക് വ്യക്തതയുണ്ട് ഇതാണെന്നുള്ളത്. എന്നാൽ നിങ്ങൾ അത് അത്തരത്തിലൊരു സ്റ്റാൻഡുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒപ്പോസ് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ സിറ്റുവേഷൻസിനെ മനുഷ്യനെ ഭയങ്കരമായി പ്രൊവോക്ക് ചെയ്ത് മനുഷ്യന് അത്രമാത്രം പ്രശ്നത്തിലേക്ക് ആക്കി വരുന്ന സാഹചര്യത്തിൽ റിയാക്ഷൻസ് ഉണ്ടാവുന്നു എന്നുള്ളത്. ഓക്കെ. അതോടൊപ്പം തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ വരുന്ന കമന്റ്സിനെതിരായിട്ട് ദിയയുടെ വാക്കുകൾ എന്ന് പറയുന്നത് ഉരുളിക്കുപ്പേരിയാണ്. അപ്പോൾ ആ ഉരുളിക്കുപ്പേരിയുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മളും അതേ ആയുധം തന്നെയാണ് ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ളതാണ്. അവരുപയോഗിക്കുന്ന അതേ ആയുധം ഉപയോഗിക്കേണ്ടി വരും. ഇത് നമ്മുടെ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ബലക്കുറവാണോ, അതെ അങ്ങനെ മതി, അങ്ങനെ ലോക്കലി കൈകാര്യം ചെയ്യുന്നതാണ് എളുപ്പം എന്ന് വിചാരിച്ചിട്ടാണ്? ഒന്നുമില്ലെന്നേ നിയമ സംവിധാനങ്ങളൊന്നും. ഈ നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ട്.